ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ ഇന്ന് വിശുദ്ധ ജർമൈൻ കുസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രാൻസിലെ പീബ്രിക് എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം ക്രൂരമായ ശാരീരിക പീഡനങ്ങളുടെയും അവഗണനകളുടെയും അതിനെയെല്ലാം തോൽപ്പിച്ച അടിയുറച്ച ദൈവവിശ്വാസത്തിന്റെയും വലിയൊരു സാക്ഷ്യമാണ്. ഇന്ന് ലോകമെമ്പാടും ശാരീരിക പീഡനങ്ങൾക്കിരയാകുന്നവർ, വൈകല്യമുള്ളവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരുടെ മധ്യസ്ഥയായി ഈ വിശുദ്ധ ജർമൈനെ നമ്മൾ വണങ്ങുന്നു. 1579 ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് ജർമൈൻ ജനിച്ചത്. ജന്മന അവളുടെ വലത് കൈ വൈകല്യമുള്ളതായിരുന്നു. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരണപ്പെട്ടു. തുടർന്ന് സാമ്പത്തിക ഭദ്രത മാത്രം ലക്ഷ്യം വെച്ച് അവളുടെ പിതാവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഈ വളർത്തമ്മയ്ക്ക് ജർമൈൻ്റെ വൈകല്യത്തോട് കടുത്ത വെറുപ്പായിരുന്നു. ഇതിനിടയിലാണ് ജർമൈന് കഴുത്തിനെ ബാധിക്കുന്നതും മുഖത്ത് പടരുന്നതുമായ സ്ക്രോഫുല എന്ന പാരമ്പര്യ ക്ഷയരോഗം പിടിപെടുന്നത്. ഇതോടെ രോഗിയായ അവളെ വളർത്തമ്മ സ്വന്തം മക്കളിൽ നിന്നകറ്റി തൊഴുത്തിലെ പടവുകൾക്ക് താഴെയുള്ള വൈക്കോലും ഇലകളും നിറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടു. ചെരുപ്പോ നല്ല വസ്ത്രങ്ങളോ ഇല്ലാതെ വെറും റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവൾ ജീവിച്ചു. വൈകല്യമുള്ള കൈവച്ച് കമ്പിളി നൂൽക്കാൻ വളർത്തമ്മ നിർബന്ധിക്കുകയും ലക്ഷ്യം തികച്ചില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ശിക്ഷയായി അവളുടെ മേൽ തിളച്ച വെള്ളം വരെ ഒഴിച്ചതായി സഭയുടെ നാമകരണ രേഖകളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തം പിതാവ് പോലും ഈ ക്രൂരതകൾക്കെതിരെ പ്രതികരിച്ചില്ല. ഈ കഠിനമായ ഏകാന്തതയിലും വേദനയിലും അവൾ ഈശോയിലും മാതാവിലും അഭയം കണ്ടെത്തി. ആടുകളെ മേയ്ക്കാൻ പോകുന്ന സമയങ്ങളിൽ അവൾ ദൈവവചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു. പുല്ലിന്റെ ഇലകളിൽ കെട്ടുകളുണ്ടാക്കി അവൾ സ്വന്തമായി ജപമാല ഉണ്ടാക്കി പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളിയിലെ മണിനാദം കേൾക്കുമ്പോൾ ചെളിയിലോ വെള്ളത്തിലോ ആണെങ്കിൽ പോലും അവൾ അപ്പോൾ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അവൾ ആഗ്രഹിച്ചു. ആ സമയങ്ങളിൽ തൻ്റെ ആടുകളെ അവൾ കാവൽമാലാകി ഏൽപ്പിച്ചു. ആ പ്രദേശത്ത് കടുത്ത ചെന്നായ്ക്കളുടെ ശല്യം ഉണ്ടായിരുന്നിട്ടും അവൾ പള്ളിയിൽ നിന്നും തിരിച്ചു വരുന്നതുവരെ ഒരാടിന് പോലും ഒരിക്കലും പോറൽ പോലും ഏറ്റില്ല. കൗമാരപ്രായത്തിൽ ഗ്രാമത്തിലെ കുട്ടികൾ സ്നേഹത്തോടെ അവളുടെ അടുത്തെത്തിയിരുന്നു. അവൾ തനിക്കുണ്ടായിരുന്ന കുറഞ്ഞ ആഹാരം പാവപ്പെട്ട കുട്ടികളുമായി പങ്കുവയ്ക്കുകയും അവരെ ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ദിവസേനയുള്ള വിശുദ്ധ കുർബാന മുടക്കാതിരുന്ന ജർമൈനായി പ്രകൃതി പോലും വഴിമാറിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഒരിക്കൽ കടുത്ത മഴയിൽ പള്ളിയിലേക്ക് പോകേണ്ട വഴിയിലെ പുഴ കവിഞ്ഞൊഴുകുകയായിരുന്നു. കുർബാനയ്ക്ക് സമയമില്ലാതിരുന്ന ജർമൈൻ നദിക്കരയിൽ നിന്ന് കുരിശടയാളം വരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പുഴയിലെ വെള്ളം 2ആയി വഴിമാറിയതായി ഗ്രാമവാസികൾ അത്ഭുതത്തോടെ സാക്ഷ്യപ്പെടുത്തി. അവൾക്ക് 20 വയസ്സുള്ളപ്പോൾ പാവങ്ങൾക്ക് കൊടുക്കാനായി അവൾ റൊട്ടി മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് വളർത്തമ്മ വടിയുമായി ഗ്രാമമധ്യത്തിലേക്ക് ഓടിച്ചു. ഭയന്നോടിയ ജർമൈൻ തന്റെ വസ്ത്രത്തിന് തുമ്പ് വിട്ടപ്പോൾ അതിൽ നിന്നും മഞ്ഞുകാലത്തൊരിക്കലും ഉണ്ടാകാത്ത പുതിയ വേനൽക്കാല പൂക്കൾ താഴേക്ക് പതിച്ചു. തന്നെ തല്ലാൻ വന്ന വളർത്തമ്മയ്ക്ക് ആ പൂക്കൾ നൽകി അവൾ ക്ഷമിച്ചു. ഈ അത്ഭുതത്തോടെ ഗ്രാമം അവളെ ബഹുമാനിക്കാൻ തുടങ്ങി. അച്ഛൻ അവളെ തിരികെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും ക്രിസ്തുവിന്റെ കുരിശുരൂപത്തോട് തന്റെ കഷ്ടപ്പാടുകൾ ചേർത്ത് വയ്ക്കാൻ അവൾ ആഗ്രഹിച്ചതിനാൽ ആ ക്ഷണം നിരസിച്ചു. 1601 തന്റെ 22-ാം വയസ്സിൽ അവൾ മരിച്ച രാത്രിയിൽ ആകാശത്ത് മാലാഖമാരോടൊപ്പം ഒരു യുവതി പ്രകാശവലയത്തോടെ സ്വർഗത്തിലേക്ക് ഉയരുന്ന ദർശനം ഗ്രാമവാസികൾ കണ്ടു. പിറ്റേന്ന് രാവിലെ അവളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സെന്റ് മേരി മഗ്ദലൻ പള്ളിയിലാണ് അവളെ അടക്കം ചെയ്തത്. മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കല്ലറയ്ക്കായി മണ്ണെടുത്തപ്പോൾ ജർമൈന്റെ ശരീരം ഒട്ടും ജീർണിക്കാത്ത നിലയിൽ കണ്ടെത്തുകയും അത് കണ്ണാടിക്കൂട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന കടുത്ത ഫ്രഞ്ച് വിപ്ലവകാലത്ത് വിപ്ലവ സൈനികർ അവളുടെ വിശുദ്ധ ശരീരം ഒരു കുഴിയിലേക്ക് വലിച്ചെറിയുകയും അതിന്മേൽ വീര്യം കൂടിയ കുമ്മായം ഒഴിച്ച് മണ്ണിട്ട് മൂടുകയും ചെയ്തു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ കടുത്ത രാസവസ്തുവിന് പോലും ആ പുണ്യ ശരീരത്തെ നശിപ്പിക്കാനായില്ല. ഏതാനും പൊള്ളലുകൾ മാത്രമാണ് ആ ശരീരത്തിലുണ്ടായത്. ഒടുവിൽ എല്ലാ പീഡനങ്ങളെയും അതിജീവിച്ച് 1867 പയസ് 9 മാർപ്പാപ്പ ജർമൈനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു.